അമ്മയ്ക്ക് മനസ്സിലായി ഇന്ദ്രനും അവളെ സംശയിച്ച് തന്നെ അവിടെ കരുതെന്ന്. അതിന്റെ മാനക്കേടില അവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്, അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. അതെ അമ്മേ, ഇന്ദ്രേട്ടൻ ഒരിക്കലും അനുചേച്ചി സംശയിച്ച് ആ വീട്ടിൽ ഒളിച്ചിരിക്കും തോന്നുന്നില്ല. അതിന് വേറെ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും. അതെ, തൽക്കാലം അനുചേച്ചി ഇന്ദ്രേട്ടനെ തെറ്റിദ്ധരിച്ചാലും സത്യം എന്താണെന്ന് ചേച്ചി ഒരിക്കൽ മനസ്സിലാക്കും. ആഹാ, കൊള്ളാവല്ലോ എന്റെ രണ്ടു മരുമക്കളും. അങ്ങോട്ടേക്കുള്ള നിങ്ങളുടെ ചായ്വ് കാണുമ്പോ രണ്ടിനും അവളുടെ ചോറ് തന്നെയാണെന്ന് തോന്നുമല്ലോ. ദേ, ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം. എല്ലാരും കൂടി ഇന്ദ്രനെ വീണ്ടും അനുപമയുടെ അടുത്തേക്ക് തന്നെ തള്ളി പറഞ്ഞു വിട്ടാ നഷ്ടം ഉണ്ടാകാൻ പോകുന്നതേ നിങ്ങൾക്കൊക്കെ തന്നെയാ. എടി സോനെ, നിന്റെ ഭർത്താവിന്റെ പോക്ക് ഇതാണെങ്കിൽ സച്ചി സാറിന് കൊടുക്കാനുള്ള 15 ലക്ഷം രൂപ എത്രയും വേഗം ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞേക്ക് നിന്റെ കെട്ടിയനോട്. അതിന് ശ്യാമേട്ടൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ. ഇന്ദ്രേട്ടനെ നന്നാക്കി പറയുന്നത് തെറ്റാണോ? ഇവൻ ഒരു കാര്യം പറയുമ്പോ ഇവന്റെ മനസ്സിൽ എന്താണെന്ന് കാണാനുള്ള കഴിവൊക്കെ എനിക്കുണ്ടടി. ഈ സുശീലിയെ എല്ലാവരെയും മനസ്സിലാക്കിയിട്ട് തന്നെയാ ജീവിക്കുന്നത്. ശ്യാമേട്ടൻ ഇതിന് ആവശ്യമില്ലാത്ത കാര്യത്തിൽ അഭിപ്രായം പറയാൻ പോകുന്നേ. ഇന്ദ്രേട്ടൻ പിണങ്ങി പോയെങ്കിൽ പോയതുപോലെ തിരിച്ചു വരും. ഇങ്ങോട്ട് വന്നേ, വരാൻ. കണ്ടോ, അവക്ക് ബുദ്ധിയുണ്ട്. ആദ്യം സ്വന്തം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാക്കാൻ നോക്ക്, എന്നിട്ട് മതി മറ്റുള്ളവരെ നന്നാക്കാനൊക്കെ ആയിട്ട് പോകുന്നത്. മനസ്സിലായോ? നീ എന്തിനാ പ്രതിഭേ അനുവടുത്തി ഒരിക്കൽ സത്യം മനസ്സിലാക്കുന്നൊക്കെ പറഞ്ഞത്, അതും അമ്മയുടെ മുന്നിൽ വെച്ച്? ഒരു തെറ്റും ചെയ്യാതെ ഇന്ദ്രേട്ടൻ അനുചേച്ചിയുടെ മുമ്പിൽ തെറ്റിദ്ധരിക്കപ്പെട്ടില്ലേ സത്യേട്ടാ? അത് തെളിയണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് പറഞ്ഞതാ ഞാൻ. ആഗ്രഹമൊക്കെ മനസ്സിൽ വെച്ചാ മതി.